മറ്റൊരു വാർത്ത. കൊരട്ടിയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ഭർത്താവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. കൊരട്ടി കമ്മ്യൂണിറ്റി ഹാളിന് പിറകിലെ ട്രാക്കിലാണ് ബിനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ബിനു ഭാര്യ ഷീജയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, നമുക്ക് ലഭിക്കുന്ന വിശദാംശം എന്തൊക്കെയാണ്? അനുജ, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഈ കുടുംബ തർക്കങ്ങളെ തുടർന്നാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയം ഈ പറഞ്ഞ ഭാര്യയും 2 കുട്ടികളും ഉറക്കത്തിലായിരുന്നു. ഉറങ്ങിക്കിടക്കുന്നതിനിടയിൽ മീൻ വിൽപ്പനക്കാരനായ ഭർത്താവ് ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഇവരെ വെട്ടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 2 മക്കൾ സമീപത്തെ ക്ഷേത്രത്തിന് സമീപം ഉത്സവം നടന്ന ഇടത്തേക്ക് ഓടിയെത്തി കാര്യങ്ങൾ പറയുന്നതോടെയാണ് നാട്ടുകാർ വിവരം അറിയുന്നത്. പിന്നീട് ഈ കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. വീട്ടിലെത്തി നോക്കുമ്പോഴാണ് ഈ ഷീജ മരിച്ച നിലയിൽ കാണുന്നത്. പിന്നീട് പോലീസ് എത്തിയാണ് തുടർ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് മൃതദേഹം ഈ മോർച്ചറിയിലേക്ക് മാറ്റിയത്. ഈ നിലവിൽ പരിക്കേറ്റ കുട്ടികളിൽ ഒരാളുടെ നില അത് ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 11 വയസ്സുള്ള അഭിനവ് അത് അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അനുഗ്രഹ എന്ന 5 വയസ്സുള്ള കുട്ടി നിലവിൽ ഈ കൊരട്ടിയിൽ തന്നെ മറ്റൊരു ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.